ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും ബി ആർ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. ബി ആർ വിഷിംഗ് റോഡ് മാസ്റ്റർ ആണ് അപ്പോൾ ഗായ്സ്. അപ്പോൾ ഗെയിമിനകത്തോട്ട് പുതിയ പാരഡോക്സ് ഇവൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു ഗായ്സ്. അപ്പോൾ പാരഡോക്സ് ഇവൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന അനുബന്ധിച്ച് പുതിയ പുതിയ കോയിനിൻ്റെ ആ ഒരു മെഷീൻ്റെ സംഭവങ്ങളും അതൊക്കെ പുതിയ മാച്ചിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ 3 മാച്ച് അങ്ങനെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അതിന് നമ്മൾ എടുത്ത വീഡിയോ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ പാരഡോക്സ് ഇവൻസിനകത്തെ ആ ഒരു ടൈമിൽ എടുത്തിരിക്കുന്നതാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പം നിങ്ങൾക്ക് കോയിൻ കണ്ടാൽ അറിയാം, മറ്റേ ഗോൾഡൻ ബഫും പിന്നെ ഡാർക്ക് ബഫും ഒന്നും ഇല്ലാത്ത കോയിനാണത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമ്മൾ അങ്ങോട്ട് കളിച്ചു പോവാണ് ഗൈസ്. ഒരു M4A1 മണ്ണാണ് അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത്. പിന്നെ ഒരു കിങ്ഫിഷറും ഉണ്ട് ഗൈസ്. പിന്നെ കോയിൻ അതൊക്കെ എടുത്ത് പവറാക്കാനായിട്ടാണ് ഗൈസ് നോക്കുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് റേഞ്ച് ലോങ് റേഞ്ച് കണ്ണ് സെറ്റായി ഗൈസ്. പിന്നെ ഒരു MP5 1 കൂടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ഗണ്ണ് എല്ലാ കാര്യങ്ങളൊക്കെ വെച്ചാൽ നമുക്ക് ഒരു മാച്ച് പരമാവധി അടിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു RGS ലോഞ്ചർ കിടപ്പുണ്ട്. ലോഞ്ചർ നമ്മൾ എടുത്തില്ല. ലോഞ്ചർ നല്ലായിരുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടുത്തെ പോവാം ഗൈസ്. കോയിൻ എടുക്കാനുണ്ട്. കോയിനൊക്കെ എടുത്ത് അപ്പുറത്തൊരു എനിമി ഉണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. അപ്പോൾ ആ എനിമീനെ അടിച്ചിടാനായിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അവിടെ ചെന്ന് എനിമീനെ അടിച്ചിടാൻ പറ്റുമായിരുന്നെങ്കിൽ ഈ മാച്ചിനകത്ത് ആദ്യത്തെ കില്ല്. ഓക്കെ, അവനവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് നിൽക്കുവാണെന്നാണ് ഗൈസ് തോന്നുന്നത്. നമ്മളെങ്ങനെ അവിടെ അങ്ങനെ ക്യാമ്പ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് AFK അവർ റിപ്പോർട്ട് വരും. ഈ ഗറീനക്കാരുടെ കാര്യം ഒരുമാതിരി ഏർപ്പാടാണ് ഗൈസ്. അപ്പോൾ ഡാമേജ് കൊടുക്കാൻ പറ്റി. അത് അവന് കില്ലായില്ല ഗൈസ്. അപ്പോൾ നമ്മളവനെ മാക്സിമം കില്ല് ചെയ്യാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവന് നമുക്ക് ഡാമേജ് നല്ല രീതിക്ക് തന്നു ഗൈസ്. അവനെ ഭിത്തിക്കകത്തോട്ടാണോ എന്തോ അടിച്ചതെന്നാണ് തോന്നുന്നത്. നമ്മൾ കവറെടുത്ത് നിന്ന ടൈമിലാണ് ഗൈസ് അവന് ഡാമേജ് തന്നത്. അവൻ ഇങ്ങോട്ട് ഡാമേജ് കൊടുത്തു. അടിച്ചിട്ട് ബോഡി ഷോട്ട് അടിച്ച് ഡാമേജ് കൊടുത്ത് കില്ല് ചെയ്തു ഗൈസ്. ഓക്കെ, അങ്ങനെ ഈ മാച്ചിനകത്ത് നമ്മുടെ ആദ്യത്തെ കില്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കില്ല് എടുത്തത് ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒന്ന് ആ ഒരു ബെൽ ബട്ടനും കൂടെ ഒന്ന് എനേബിൾ ആക്കി ഇടുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് ഷെയറും കൂടെ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക ഗൈസ്. ഈ ഒരു വീഡിയോ എന്നിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ എങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഞാൻ വലിയതായിട്ടൊന്നും പറയുന്നില്ല, ഒരു സബ്സ്ക്രൈബ് എങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സീക്രട്ട് കോമ്പിനേഷൻ പറയുന്നതാണ് ഗൈസ്. വലിയ യൂട്യൂബേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും ഗൈസ്. അത് നമ്മൾ നല്ല മാച്ചുകളൊക്കെ കളിച്ച് ജയിച്ചിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ അറിഞ്ഞു കാണും, ഇപ്പോൾ പാരഡോക്സ് ഇവൻസ് ഒക്കെ വന്നതിൻ്റെ പുറകെ തന്നെ കൈറോസ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പോലത്തെ സ്കിൽ കോമ്പിനേഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ സ്കിൽ കോമ്പിനേഷൻ വെച്ചിട്ടുള്ള കുറച്ച് ആ ഒരു സ്കില്ല് വെച്ചിട്ടുള്ള കുറച്ച് സ്കിൽ കോമ്പിനേഷൻസ് ഞാൻ പറഞ്ഞു തരാം ഗൈസ്. അത് നിങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പരമാവധി നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു ലൈക്ക് അത്രയും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടുവാണെങ്കിൽ ഞാൻ ആ ഒരു സ്കിൽ കോമ്പിനേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ പരമാവധി അതിന് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മാച്ചിനകത്ത് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്ന് ഞാൻ അടുത്ത ഹിറ്റ് ലിസ്റ്റ് എല്ലാം വാങ്ങിച്ചിട്ട് പോയി അടിക്കണം. ഓരോരുത്തന്മാരെ പോയി ലിസ്റ്റ് അടിക്കണം. അതിനായിട്ട് അവൻ്റെ അടുത്ത ഹിറ്റ് ലിസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അവൻ എവിടെയാണെന്ന് തപ്പിപ്പിടിച്ച് കാണേണ്ട ടൈമാണ് ഗൈസ്. ഈ വണ്ടി വെള്ളത്തിനകത്തൂടെ ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഗൈസ്. ഞാൻ കലഹാരി മാപ്പിനകത്ത് ടെസ്റ്റ് ചെയ്ത വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടി വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവനെ അടിക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അവനവിടെ ഉണ്ടാകാനായിട്ടാണ് സാധ്യത കൂടുതൽ. സിപ്ലൈൻ പിടിച്ച് പോവുകയാണെങ്കിൽ അവൻ അവിടെ ഉണ്ടാകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് അതങ്ങോട്ട് പോവാം. വണ്ടി എടുത്തോണ്ട് നമുക്ക് ഇങ്ങോട്ട് പോവാം. അതാണ് അകത്ത് അനങ്ങുന്നത് പോലും ഗൈസ്. അപ്പോൾ അവൻ എന്തിൻ്റെയോ മേളിൽ കയറിയിരിക്കുകയാണ് ഗൈസ്.
ഓക്കെ, അങ്ങനെ നമ്മളിവിടെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അവനെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ അങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് എനിക്കൊരു ഇത് തോന്നിയത്. ഇതൊരു വലിയ സംഭവമല്ലേ ഗൈസ്, അതിൻ്റെ മേളിൽ നല്ല സ്പേസ് ഉള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു സാധനത്തിൻ്റെ മേളിലാണെന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ മേളിൽ നിന്ന് അനങ്ങുന്നത് പോലും ഇല്ല ഗൈസ്. എന്തായാലും അവനവിടുന്ന് സോണ് വരുമ്പോഴത്തേക്ക് അവന് ചലിക്കും. അപ്പോഴത്തേക്ക് അവനെ അടിച്ച് അണ്ണാക്കി കൊടുക്കണമെന്നാണ് ഗൈസ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പം അവൻ എന്ത് ചെയ്യും? അവൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ, നീ മോനെ ഇങ്ങ് ഇറങ്ങി വാടാന്ന് പറഞ്ഞോണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, നമ്മുടെ MI5 സെക്കൻഡ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളത്തേക്ക് ഇവിടുന്ന് സോൺ അവിടെ ഇങ്ങോട്ട് ശൃംഗായി വരുന്നുണ്ട് ഗൈസ്. അവൻ്റെ മേളിൽ ഇപ്പോഴും അവനവിടെ നിന്നോണ്ടിരിക്കുക. ഓസിന് പുല്ല് കുമ്മാനായിട്ടാണെന്ന് തോന്നുന്നത്. അതിൻ്റെ മേളിൽ തന്നെ അവൻ ഇരിക്കുകയാണ്, താമസിരിക്കുകയാണെന്നാണ് ഗൈസ് തോന്നുന്നത്. അവനെ കാണാനായിട്ടൊക്കെ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിഞ്ഞൂടാ. എന്നാൽ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് അവനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അവൻ അവിടെ നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടുന്ന് അങ്ങ് ദൂരെ നിന്ന് എങ്ങാനും അടി വന്നാൽ ഇപ്പം എൻ്റെ കാര്യം തീരുമാനമാകും ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടെങ്ങാനും നിൽക്കാം. അവൻ അവിടുന്ന് അടിക്കുമ്പോഴത്തേക്കും മറ്റവന്മാരെങ്ങാനും അവിടുന്ന് അടിക്കുകയാണെങ്കിൽ പണി വാളും ഗൈസ്. ഓക്കെ, ഇപ്പം നമ്മൾ മാച്ചിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ 12 പേര് സ്റ്റിൽ അലൈവാണ്. 2 പേരെ കില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഗൈസ് അവിടെ എനിമീസിനെ എങ്ങാണ്ട് കണ്ടെന്നാണ് ഗൈസ് തോന്നുന്നത്. അവിടെ എനിമീസ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഒരു വലകണ്ണം എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം അടിച്ച് തൂഫാനാക്കായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് അവനെ നോക്കി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായാണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് അപ്പോഴത്തേക്ക് ആ ഒരു ടൈമിലേക്ക് വേറെ ഏതെങ്കിലും എനിമീനെ അടിച്ചിടാമെന്ന് കരുതിയാണ് ഗൈസ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു ലോഞ്ച് ഗാർഡും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് സോണൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങോട്ട് പറന്നു പോകാവുന്നതേ ഉള്ളൂ ലാസ്റ്റ് സോണിലേക്ക്. ഇങ്ങനെ ഇവിടുന്ന് എനിമീസ് എങ്ങാനും ഇങ്ങോട്ട് വരുമെന്ന് നോക്കാം ഗൈസ്. അവനവിടുന്ന് മിക്കവാറും ഇപ്പം ചാടാനായിട്ടാണ് ഗൈസ് തോന്നുന്നത്. അങ്ങനെയാണെന്ന് ഗൈസ് തോന്നുന്നത്. അതുകൊണ്ട് അവനെ അപ്പോഴത്തേക്ക് നമ്മുടെ ഹിറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. 10 അലൈവ് ഫൈനൽ ഫൈറ്റും ആണ്. ഇവിടെ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ ബാക്കിൽ നിർത്തും അടിക്കുന്നു ഗൈസ്. ഇവന്മാരെയൊക്കെ കൊണ്ട് എന്ത് ചെയ്യാനാണോ എന്തോ. ഇവന്മാരൊക്കെ വെറുതെ ഡാമേജ് കൊടുത്താണ് ഗൈസ് വരുന്നത്. മണ്ടന്മാരാണോന്ന് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ വണ്ടി പോയിട്ട് അവൻ 2 പൊട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവനെ ഇറങ്ങി കഴിച്ചു. ഇറങ്ങി അവനവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഹെഡ്ഷോട്ട് ഇല്ല. ഓക്കെ, ഇതെന്തുവാണ് ഇതിൻ്റെ മേളിലൊക്കെയാണല്ലോ വന്ന് വീഴുന്നത്. അവനൊക്കെ ആണെങ്കിൽ എവിടെ നിന്നാണോ എന്തോ അടിക്കുന്നത്. അവനൊക്കെ 2 മേലെ ഹാക്കർ എങ്ങാനും ആയിരിക്കും ഗൈസ്, അല്ലാതെ ഒരു വഴിയില്ല. ഓക്കെ, ഇവിടുന്ന് ഈ ലോഞ്ച് പാഡ് പിടിക്കണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്നാലും മറ്റവന്മാർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അവനെ അടിച്ചു കൊടുക്കാനായിട്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. സോണ് കണ്ട് പിന്നെ അടുത്ത ഫൈനൽ സോണിലേക്ക് സ്ട്രിഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അവനവിടെ നിന്ന് വരാനായിട്ടാണ് ഗൈസ് നല്ല ചാൻസ് കൂടുതൽ അങ്ങനെയാണ്. ഓക്കെ, അവനങ്ങോട്ട് ഇങ്ങോട്ട് വരുമെന്നാണ് ഗൈസ് തോന്നുന്നത്. ഇതിനകത്തോട്ട് ആരോ ഉണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. അപ്പോൾ അതിനകത്തോട്ട് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് നോക്കാം. ആരുമില്ല ഗൈസ്. പിന്നെ ഒരു ഫൈനൽ ഫൈറ്റ് 5 അലൈവ് ആണ് ഗൈസ്. 5 അലൈവ് ആണ്. അപ്പോൾ ഈ അവസാന നിമിഷങ്ങളിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക ഗൈസ്. അങ്ങനെ 5 അലൈവ് ഗൈസ്. ഒരുത്തനാണെങ്കിൽ പെട്ടെന്ന് നല്ല ഡാമേജ് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അപ്പോൾ അവിടെ നിന്ന് ഏതോ കണ്ടെത്തൊക്കെ നമ്മൾ പറന്നു വന്നിട്ടുണ്ട്. അടിച്ച് തീരുമാനമാക്കാനുള്ള ഈ മാച്ചിനകത്ത് 4 കില്ലായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അവനൊട്ടയാണെങ്കിൽ ഒരുത്തനാണെങ്കിൽ എന്നെ ആത്ത ദിവസം അവനെ കംപ്ലീറ്റ് ആക്കി പെൻറ്റാടെക് ഡൗൺ 5 കില്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുന്ന് പറന്നോടണം ഗൈസ്. പറന്നോടി ഒരു മാച്ചിനകത്ത് ആ ഒരു സോണിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻ്റെ അമ്മ ഇത്രയും ഡാമേജ് ഒക്കെ എടുത്താൽ നമ്മൾ എങ്ങനെയാണ് ബൂയ അടിക്കുന്നത്. എന്നാൽ ഈ സോണിൻ്റെ ഈ ഒരു വക്ക് ചേർന്ന് നിൽക്കാം. 3 പേരാണ് സ്റ്റിൽ അലൈവ് ആയിട്ടുള്ളത്, ഞാനും വേറെ 2 എനിമീസ്. ഓക്കെ, അപ്പോൾ ഒരുത്തൻ ഇതിൻ്റെ ഈ വലതുവശത്തുണ്ടെന്ന് എനിക്കറിയാം. ഒരുത്തൻ മുന്നിലും ഉണ്ടാകുമെന്നാണ് ഞാൻ കേസ് ഓർത്തത്. പിന്നെയാണ് മഞ്ഞ വീടിൻ്റെ സൈഡിലാണ് കേസ് ഒരു എനിമീന്ന് മനസ്സിലാക്കുന്നത്.
ഓക്കെ, അവിടെ ഒരു ഡ്രോപ്പ് വീണിട്ടുണ്ടായിരുന്നു ഗൈസ്. അവന്മാരതെങ്ങാനും പോയി എടുക്കാൻ പോകുന്ന നേരത്ത് നമുക്ക് അവന്മാരൊക്കെ ചെന്ന് അടിച്ചിടാനായിട്ടായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ അത് വേണ്ടാന്ന് കരുതി. ബുയയ്ക്ക് വേണ്ടി കളിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗൈസ്. ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് കളി ജയിച്ചിട്ട് പവറാക്കാൻ പറ്റത്തുള്ളൂ ഗൈസ്. അവസാന നിമിഷത്തേക്ക് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ അവൻ അവിടുന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ഞാൻ കാത്തു നിൽക്കുന്നില്ല. അപ്പോഴത്തേക്കും ഞാൻ അവനെ കയറി അടിക്കാനായിട്ടാണ് ഗൈസ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഗ്രേവ് ലാബ്സിൻ്റെ ആ ഒരു മൂലയ്ക്ക് കയറി നിൽക്കാമെന്നാണ് ഗൈസ് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ സേഫ് ആണെന്ന് തോന്നുള്ളൂ. ഇതൊക്കെ ചുമല കത്തി കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവസാന നിമിഷത്തിലാണ് അങ്ങനെ റിവൈവായി ഇറക്കുന്നത്. നമ്മുടെ കാര്യം കട്ട പുകയായും ഗൈസ്. ആമോ കാണത്തില്ല, ഗണ്ണ് കാണത്തില്ല, അങ്ങനെ കൂടിയ അറ്റാച്ച്മെന്റ് ഒന്നും കാണത്തില്ല. അങ്ങനെ പൊട്ടിപ്പോകും ഗൈസ് നമ്മള്. ഓക്കെ ഗൈസ്, അപ്പോഴാണ് ഞാൻ മാച്ചിനകത്ത് അലൈവിനകത്തോട്ട് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഗൈസ് 2 പേര് അലൈവാണ്. എൻ്റെ അമ്മ. അപ്പോൾ ഇവിടെ ഓപ്പണിൽ കയറിയൊന്ന് നോക്കാം. അപ്പോഴത്തേക്കാണ് അവനോടൊന്ന് ഇങ്ങോട്ട് ഫയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് തന്നെ എനിക്ക് വേണ്ടി വഴി കാണിച്ചു തന്നു ഗൈസ്. അങ്ങനെ ഐറസിന്റെ ഒരു പവർ ഇട്ട് ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവനാണെങ്കിൽ നല്ല ഡാമേജ്. അവനാണെങ്കിൽ പിന്നെയും ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഡാമേജ് തരാനായിരുന്നു. ഞാൻ കവറായിരുന്നു. അവൻ എന്തൊക്കെയോ വലിച്ചെറിയുന്നുണ്ട് ഗൈസ്. എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, അവനവിടെ രണ്ടാമത്തെ ഗ്ലൂ വാളിലിട്ട് ഇങ്ങോട്ട് റഷ് ചെയ്യാൻ പോവാണെന്നാണ് ഗൈസ് തോന്നുന്നത്. 5 കില്ല് 2 ലൈവ്. ഈ മാച്ച് ബൂയ അടിക്കുക ഗൈസ്. കമൻറ്റ് ചെയ്യുക. ഇപ്പം തന്നെ അവനവിടെ അവൻ്റെ കാല് പുറത്തിട്ടപ്പോഴത്തേക്ക് അവന് ഇച്ചിരി ഡാമേജ് കൊടുക്കാൻ നോക്കി. പക്ഷെ അവന് ഡാമേജ് ഏറ്റില്ല. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവന് അടുത്ത ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. നമ്മൾ നല്ല ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവനവിടെ നിന്ന് ഇറങ്ങുന്ന ടൈം നോക്കി ഇങ്ങോട്ട് വരാനാണ് ഗൈസ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ അവനവിടെ അടുത്ത ഗ്രനേഡൊക്കെ വാരി എറിയുന്നുണ്ട് ഗൈസ്. ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ അവന് പറ്റുന്നില്ല, ഡാമേജ് പറ്റുന്നില്ല. അവൻ ഗ്രനേഡ് പിന്നെടുത്തെറിയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അവനവിടുന്ന് അടുത്തായിട്ട് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ അവനടിച്ച് കംപ്ലീറ്റ് ആക്കാനായിട്ടാണ് ഗൈസ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഐറസിൻ്റെ സ്കില്ലുള്ളതുകൊണ്ട് അത് അവസാന നിമിഷങ്ങളിൽ ബെസ്റ്റാണ് ഗൈസ്. ഐറസിൻ്റെ സ്കില്ലിട്ടു അടിച്ചു. അടിച്ചടിച്ച് അവസാനം അവനെ കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു മാച്ച് ലെജൻഡറി ഒരു കിടിലം മുതൽ ലെജൻഡറി ബ്ലൂ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ബ്ലൂ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.